ഇന്ന് നമ്മുടെ മധ്യേ ധാരാളം ആൾക്കാർ ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, നെഞ്ചരിച്ചൽ, ഏമ്പക്കം എന്ന് പല തരത്തിൽ പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ കാരണം ചിലപ്പോൾ ഹാർട്ട് ഡിസീസായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാമെന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഈ അസിഡിറ്റിയെ കളയുവാനും അത് വരാതെ സൂക്ഷിക്കുവാനും ചില നിർദ്ദേശങ്ങളാണ് ഞാനിവിടെ വെക്കാൻ പോകുന്നത്. അസിഡിറ്റി ഉണ്ടാവാൻ പ്രധാന കാരണം നമ്മളെ വയറ് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വയറിൽ ചെന്ന് ഈ അസിഡിറ്റി ഉണ്ടാക്കുന്നത്. ആൾറെഡി നമ്മുടെ വയറ്റിനകത്ത് ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൾറെഡി നമ്മുടെ വയറ്റിനകത്തുണ്ട്. അതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ ദഹിക്കുവാനും അത് എളുപ്പത്തിൽ ഡൈജഷനായി പുറത്തു പോകാൻ സഹായിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അമിതമായി പോകരുത്. നമ്മൾ ചിലർ മീൻ, മുട്ട, ഇറച്ചി, ബീഫ് ഇതെല്ലാം ധാരാളം കഴിക്കുന്നവരാണ്. ഒന്ന് കൺട്രോൾ ചെയ്യണം. അമിതമായ ഫുഡ് കഴിക്കുക. കൃത്യം 3 നേരം ഭക്ഷണം കഴിക്കുക, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. കഴിക്കുന്നത് ലിമിറ്റായിട്ട് കഴിക്കുക. ഒരു ലിമിറ്റേഷൻ വേണം. അളവിൽ കൂടിയാലും കുറഞ്ഞാലും രോഗം വരും എന്നാണ് ഞങ്ങളെ ശാസ്ത്രങ്ങൾ പറയുന്നത്. പിന്നെ ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്ന പലതരം ഭക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ തുവരം പരിപ്പ്, ഉരുളക്കിഴങ്ങ്, സാമ്പാർ, അച്ചാറുകൾ, ഇതെല്ലാം അസിഡിറ്റി. ബീഫ്, പിന്നെ കപ്പ, അതുകൂടാതെ പോർക്ക്, പലതരം എരി പുളിയെല്ലാം കൂടിയ ഭക്ഷണങ്ങൾ നമ്മുടെ വയറിൽ ചെന്ന് അവിടെ അസിഡിറ്റിയെ ഉണ്ടാക്കുന്നുണ്ട്. പലർക്കും പലപ്പോഴും ചെറിയ ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അത് ഹാർട്ട് പ്രോബ്ലമായിട്ട് അവിടെ അവരുടെ ടെസ്റ്റുകളിൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അസിഡിറ്റി ഉള്ളവർ കെയർഫുള്ളായിരിക്കുക. ചിലപ്പോൾ അത് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ആയിരിക്കാം. അതുകൊണ്ട് അസിഡിറ്റി ഉള്ളവർ അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ കാരണം ബുദ്ധിമുട്ടുന്നവർ ഒരു ആശുപത്രിയിൽ ചെന്ന് ചികിത്സ തേടേണ്ടത് ആണ്. അതോടൊപ്പം തന്നെ ഈ അമിതമായി ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഉരുളക്കിഴങ്ങ്, തോരൻ പരിപ്പ്, സാമ്പാർ, അച്ചാറുകൾ, ഇതെല്ലാം വളരെ കുറച്ച് കഴിക്കുക. ഒരുപാട് കഴിക്കരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിഹിനും കുറയിനും നോയ് ചെയ്യും. കുറഞ്ഞാലും കൂടിയാലും രോഗമുണ്ടാകും എന്നതാണ് തമിഴിലുള്ള ഒരു ചൊല്ലാണത്. അപ്പോൾ ക്രമമായ ഭക്ഷണം, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒരു ബാലൻസ്ഡ് ഡയറ്റായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എരി വേണം, പുളി വേണം, ഉപ്പ് വേണം, മധുരം വേണം, കയ്പ്പ് വേണം, ചവർപ്പ് വേണം. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ 6 രസങ്ങളാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഈ 6 രസങ്ങളിന് പകരം നമ്മൾ പുളി രസത്തിനും എരിക്കും മധുരത്തിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് ഈ ഗ്യാസ് ട്രബിൾ അധികവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റിംഗ് സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ചുവകളും ചേർത്തുള്ള ഭക്ഷണം നല്ല ഭക്ഷണമാണ്. അത്തരം ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക. ഗ്യാസ് ട്രബിൾ എന്ന് വച്ച് വെറുതെ ഇരിക്കരുത്. ഗ്യാസിന് ചില ഒറ്റമൂലി പ്രയോഗങ്ങളുണ്ട്. ഒറ്റമൂലിയല്ല, ചില മൂലികൾ ചേർത്ത് ചെയ്യുന്നതാണ്. അതിന് പ്രധാനമായിട്ടുള്ളത് ഈ അയമോദകം, വായുവിളങ്കം, അയമോദകം, ചുക്ക്, കുരുമുളക്, ഇതെല്ലാം ചേർത്ത് ഇടിച്ച് പൊടിച്ച് വായിലിട്ട് വെള്ളം കുടിച്ചാലും ഗ്യാസ് ട്രബിൾ മാറും. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചതച്ച ഇഞ്ചി വായിലിട്ട് വെള്ളം കുടിച്ചാലും ഒരു പരിധി വരെ ഗ്യാസ് ട്രബിൾ കുറയ്ക്കുവാൻ സാധിക്കും. ഞങ്ങളിതിൽ രാവിലെ കടുക്ക, ഉച്ചയ്ക്ക് ചുക്ക്, രാത്രി ഇഞ്ചി എന്നൊരു തത്വമുണ്ട്. രാവിലെ അല്പം കടുക്കാപ്പൊടി, ഒരു നുള്ള് കടുക്കാപ്പൊടി തേനിൽ ചാലിച്ച് കഴിക്കുക. ഡയബറ്റീസ് ഇല്ലാത്തവർ, ഡയബറ്റീസ് ഉണ്ടെങ്കിലും കുറച്ച് തേൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉച്ചയ്ക്ക് അല്പം ചുക്ക് പൊടി കഴിക്കുക. ചുക്ക് പൊടി വായിലിട്ട് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ തേനിൽ ചാലിച്ച് കഴിക്കാം. രാത്രി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വായിലിട്ട് ചവച്ച് വിടുക. ഇഞ്ചി രാത്രി കഴിക്കുമ്പോൾ രാവിലെ മോഷൻ ഫ്രീ ആയിട്ട് പോകും.
ഗ്യാസ് ട്രബിൾ ഇനിയൊരു പ്രധാന കാരണം കൂടിയാണ് മലബന്ധം. മലബന്ധം വരാതെ നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഗ്യാസ് ട്രബിൾ ഒഴിവാക്കാൻ സാധിക്കും. ഗ്യാസ് ട്രബിൾ മാറാൻ വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഭക്ഷണങ്ങളിൽ കൂടുതൽ ചേർക്കാം. കൂടുതലെന്ന് വെച്ചാൽ ഒരുപാട് കൂടുതൽ ചേർത്ത് കളയരുത്, വളരെ കുറച്ച് ലിമിറ്റായിട്ട് ചേർക്കാം. ഭക്ഷണം കൺട്രോൾ ചെയ്യുക, 3 നേരം കൃത്യമായിട്ട് കഴിക്കുക. വിശപ്പ് വരുമ്പോൾ മാത്രം ഫുഡ് കഴിക്കുക. വെള്ളം ആവശ്യത്തിന് കുടിക്കുക. ഒരുപാട് വെള്ളം കുടിച്ചാലും ഗ്യാസ് ട്രബിൾ ചിലർക്ക് ഉണ്ടാകുന്നുണ്ട്. എപ്പോഴും വെള്ളം കുടിച്ചിട്ടിരിക്കരുത്, ഇടയ്ക്ക് മറിക്കും ഭക്ഷണവും കഴിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്യാസ് ട്രബിളിൽ നിന്ന് രക്ഷ നേടാൻ കൃത്യമായിട്ട് സമയത്ത് ഫുഡ് കഴിക്കുക. ഗ്യാസ് ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക.